55 റുപ്യ ഫൈനലാക്കി കൊടുക്കാം. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കൂല? 80 റുപ്യ കൊടുക്കാം. ഫുൾ ഓൺ ലോ ബഡ്ജറ്റ് ഫുൾ ഓൺ ആയി കൊടുക്കാം. എത്ര മോഡൽ? എത്ര? 2018 മോഡൽ. എത്ര ആസ്കിംഗ് പ്രൈസ് നമുക്ക്? ഇത് നമ്മള് 265. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് വട്ടത്താണിയുള്ള ഗുഡ് ലക്ക് കാർ യൂസർ കാർസിലാണുള്ളത്. കാർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. റിറ്റ്സ് ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ വാഗനേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒമ്നി അങ്ങനെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ശിബിലിയ, എന്തൊക്കെയാ സുഖല്ലേ? റാത്തല്ലേ? പിന്നെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വണ്ടി അപ്പോ സ്വിഫ്റ്റ് 2016 VXi. 2016 VXi. പെട്രോൾ ഡീസലാ? പെട്രോൾ ഇല്ല. പിന്നെ ഇതിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. തട്ടുമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 50,000 ഓടിയിട്ടുള്ളൂ. ആകെ 50,000. എത്ര? സിംഗിൾ ഓണർ. വണ്ടി. ഓക്കെ. പിന്നെ ടയറും കാര്യങ്ങളും ഒരു ഓക്കെയാണ്. 80% മുകളിൽ ടയറും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളും പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻബിൽഡ് സീറ്റ് ഓഡിയോ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി. ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? 480 മാക്സിമം കുറച്ച് കൊടുക്കാം. ഫിനാൻസ് എന്തെങ്കിലും കയറോ? ഫിനാൻസ് ചെയ്യാം. മാക്സിമം ഫുൾ ഓൺ കയറോ? ഫുൾ ഓൺ ഇല്ല, ഒരു 50 രൂപ മുടക്കേണ്ടി വരും. 50 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ട്. അടുത്തൊരു റിറ്റ്സ് ഇത് 2014 2014 ഡീസലാ പെട്രോളാ? ഡീസൽ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 1 രൂപ ഓടിക്കുന്നത്. 1 രൂപ ഓടിക്കുന്നത്. ജെനുവിൻ ഓട്ടോ? ഓട്ടം കറക്റ്റ്. കമ്പനി സർവീസ് ഉണ്ടാ? ഇല്ല, കുറച്ചുണ്ട്. ഫുള്ളില്ല. പിന്നെ പുറത്തുനിന്ന് റീപ്ലേസ്മെന്റ് എന്തിനാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി നമുക്ക് വണ്ടി കൊടുക്കാം. ടയറും കാര്യങ്ങളും ഫുള്ളാണ്. ഒരു 85% മുകളിൽ ടയറും കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ലെവലുണ്ട്. പിന്നെ ഇത് ഡുവൽ ടോൺ ആയിട്ട് വരും അല്ലേ? ഡുവൽ ടോൺ. ഇല്ല, അത് ഫൈനലാക്കി എത്ര കൊടുക്കാം? ഇത് നമ്മള് 360 ചോദിക്കണത്. മാക്സിമം കുറച്ച് കൊടുക്കാം. ഇതില് ഫിനാൻസ് ഇത് നമ്മൾ 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടോ? 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ? ഓക്കെ. അടുത്തൊരു 7 സീറ്റർ ഇന്നോവ. എത്ര? എന്താ മോഡൽ? 2013 ഒറിജിനൽ കേരള. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് സർവീസും കാര്യങ്ങളും. ഓക്കെ. പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 130 ഓടിക്കുന്നത്. 130. എത്രാമത്തെ ഓണറാ? ഇത് ഇപ്പൊ തേർഡ് ഇയർ ആയില്ല? മൂന്നാമത്തെ ഓണറായി. ഓക്കെ. പിന്നെ ടയറും കാര്യങ്ങളും ഒരു 80% മുകളിലുണ്ട്. പക്ക നീറ്റായി ഇന്റീരിയലിലേക്കാണ് പക്ക നീറ്റും ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽഡ് വരുന്ന മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓപ്ഷൻ ഏതാ? ഇത് VD ആണല്ലേ? ഓപ്ഷൻ. പിന്നെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞേ? ഇത് 130. ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് 10.30 വയ്ക്കണം. ഇത് മാക്സിമം കുറച്ച് കൊടുക്കാം. ഫിനാൻസ് എത്ര കയറുന്നത്? ഫിനാൻസ് ഒരു 9 രൂപ. മാക്സിമം കസ്റ്റമർ സിവിൽ അനുസരിച്ച് മാക്സിമം കയറില്ല. അടുത്ത് വീണ്ടും ഇന്നോവ. എത്ര മോഡൽ? 2012 ഫ്രീ വണ്ടിയാണ്. ഫ്രീ രജിസ്ട്രേഷൻ വണ്ടിയല്ലേ? ഇത് റീപ്ലേസ്മെന്റ് ഇതുണ്ടാ? ഇതിന് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ്. എന്റെ സർവീസും കാര്യങ്ങളൊക്കെ? സർവീസ് റീവണ്ടി അല്ല, അത് പറയാൻ പറ്റില്ല. വേറെ ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 180. കറക്റ്റ് പറയാം. റീവണ്ടിന്റെ വണ്ടി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ടയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു 90% അടുത്ത് ടയറും കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയാണ്. ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് ഫൈനലേക്ക് എത്ര കൊടുക്കാം? ഇത് മാക്സിമം ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം വരെ ലോണും കൊടുക്കും. ഫൈനലേക്ക് എത്ര കൊടുക്കാറ്? ഫൈനൽ ഒരു 6 ലക്ഷത്തിന് കൊടുക്കാം. 6 ലക്ഷത്തിന് കൊടുക്കാം. മാക്സിമം നമുക്ക് ഫിനാൻസ് കയറ്റി കൊടുക്കാം. ഓക്കെ. ഇത് മറ്റേ ബാങ്ക് ലോൺ തന്നെ കയറൂലേ? ബാങ്ക് ലോൺ തന്നെ കയറും. ഇതിൽ അടുത്തൊരു അൾട്ടോ 11 മോഡൽ ആട്ടോ. 2011 മോഡൽ. അപ്പൊ ഇനി ഒരു കൊല്ലം കൂടി റിന്യൂവൽ 11 ലാസ്റ്റ് ഡിസംബറിലാണ്. റിന്യൂവൽ വരാം. ഇത് എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 95,000 ഓടിക്കും. 95,000 കിലോമീറ്റർ. ജെനുവിൻ ആണത്? ജെനുവിൻ ആവൂലേ? പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടൊന്നുമില്ല. തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ.
എത്രാമത്തെ ഓണറാ പറഞ്ഞത്? ഇതിപ്പോ ഫോർത്ത് ഓണർഷിപ്പിൽ എടുക്കും. ഫോർത്ത് ഓണർഷിപ്പില്ലേ. ടയറും കാര്യങ്ങളും ഒരു 90% ടയറും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1.35 1.30 ലോൺ എന്തെങ്കിലും കയറുന്നില്ല? ലോൺ ഒരു 1.10 വരെയൊക്കെ ലോണും കയറില്ലേ? ഇത് LXI LXI. ഇതിലെ അടുത്തൊരു ഇൻഡിക്ക. എത്ര? 2015 മോഡൽ. 2015 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 1.5 ഓടിക്കും. 1.5 ഓടിക്കുന്നില്ലേ? പിന്നെ റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല, പക്ക. പിന്നെ 80% അടുത്ത് ടയറും കാര്യങ്ങളും ഉണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സീറ്റ് കവറിന് കുറച്ച് ഒരു സ്കീറലും കാര്യങ്ങളുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 85 രൂപ ചോദിക്കുന്നത്. 80 രൂപ കൊടുക്കാം. ഇത് ഫിനാൻസ് എന്തെങ്കിലും ഫുൾ എമൗണ്ട് ലോ ബഡ്ജറ്റ് ഫുൾ എമൗണ്ട് നമുക്ക് കയറാം. ഓക്കെ. മാക്സിമം കസ്റ്റമർ സിവിൽ അനുസരിച്ച് മാക്സിമം ഫുൾ 5 രൂപ നമുക്ക് അങ്ങോട്ട് കൊടുക്കും. ഇതിൽ അടുത്തൊരു അൾട്ടോ 800 2013. എത്രാമത്തെ ഓണർ ആയിരുന്നു? ഇത് ഇപ്പൊ ഫോർത്ത് ഓണർ അല്ലേ? പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 85,000 ഓടിക്കുന്നു. കറക്റ്റ് ജെന്യൂൻ സർവീസ് ആണല്ലേ? റീപ്ലേസ്മെന്റ് എന്തിനാ? റീപ്ലേസ്മെന്റ് ഈ ബോണറ്റും ഡോറും മാറി. അത് മറ്റേ മേജർ ആക്സിഡന്റ് എന്തിനാ? മേജർ ഒന്നുമില്ല. പിന്നെ വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് എന്തെങ്കിലും ഇല്ല. ഈ ബോണറ്റും ഡോറും മാത്രമേ. ആ ഡോറ് മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ടയറും കാര്യങ്ങളും ഒരു 90% അടുത്ത് ടയറും കാര്യങ്ങളുണ്ട്. ഇന്റീരിയറിൽ വരുമ്പോൾ സീറ്റ് കവറും കാര്യങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി. ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ഫൈനൽ ഒരു 1.5 കൊടുക്കാം. 1.5 കൊടുക്കാം. ഇതില് ഫിനാൻസ് കയറുമോ? ഫിനാൻസ് ഒരു 1.30 ഫിനാൻസ് കയറും. 1.30 ഫിനാൻസ് കയറും. ഒരു 10 റുപ്യ ഉണ്ടെങ്കിൽ അല്ല 20 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ ഇതിൽ അടുത്തൊരു ഐറ്റം ഉണ്ട്. ഇത് എത്ര മോഡല്? 2010 ആണ്. 2010. ഇതിന്റെ റിന്യൂവൽ കഴിഞ്ഞാ? റിന്യൂവൽ ഈ കൊല്ലം ലാസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ റിന്യൂവൽ എടുത്ത് കൊടുക്കണോ അതോ കസ്റ്റമർ എടുക്കേണ്ടി വരും? ഇത് ഈ കൊല്ലം ലാസ്റ്റിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ എമൗണ്ട് കുറച്ച് കൊടുക്കും. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാല. പിന്നെ ഇത് എത്രാമത്തെ ഓണറാ? ഇതിപ്പോ രണ്ടാമത്തെ ഓണർ അല്ലേ? പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 1,05,000 ഓടിക്കുന്നു. 1,00,000. കറക്റ്റ് ജെന്യൂനാ? കറക്റ്റ് സർവീസ്. ഓക്കെ. പിന്നെ ടയർക്ക് വരുമ്പോൾ അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് പുറത്തുനിന്ന് ചെയ്ത അലോയും കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. സീറ്റ് കവറൊന്നും ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം നീറ്റും ക്വാളിറ്റി ഉള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ഇല്ല ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഫൈനലായി 1.5 കൊടുക്കാം. 1.5 കൊടുക്കാം. പിന്നെ അതിന് ലോൺ എന്തെങ്കിലും കയറുമോ? ലോൺ 1,00,000 രൂപ ലോൺ കൊടുക്കാം. 1,00,000 ലോൺ കയറും. ഷേർട്ടോ അതോ മറ്റേതോ? ഷേർട്ടോ കയറില്ല. ശ്രീരാം കയറുമോ? ശ്രീരാം കയറൂല. ബാങ്ക് ലോൺ കയറൂല. മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ. പെരുന്നാളായിട്ട് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. അടുത്തൊരു പോളോ അല്ലേ? എത്ര മോഡൽ? എത്ര? 2010 മോഡൽ. റിന്യൂവൽ കഴിഞ്ഞാ? റിന്യൂവൽ നമുക്ക് എടുത്തു കൊടുക്കാം. കഴിഞ്ഞ പേപ്പർ കഴിഞ്ഞപ്പോ? ഇല്ല കഴിഞ്ഞിട്ടില്ല. ഒരു മാസം കൂടി ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ റിന്യൂവൽ എടുത്തിട്ട് മൊത്തം എടുത്ത് കൊടുക്കാം. ടാക്സും റിന്യൂവലും ഒക്കെ പേപ്പർ ക്ലിയറിൽ കൊടുക്കാം. റീപ്ലേസ്മെന്റ് എന്തുണ്ടാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിക്കും? കിലോമീറ്റർ 1,25,000. ഇത് ഡീസൽ വണ്ടിയാണല്ലേ? പിന്നെ ടയറും കാര്യങ്ങളൊക്കെ വരുമ്പോ ഒരു 85% മുകളിൽ ടയറും കാര്യങ്ങളുണ്ട്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ക നീറ്റും ക്വാളിറ്റി ഒക്കെ വണ്ടിയാണ്. ഇല്ല നമുക്ക് ഫൈനലാക്കി എത്ര കൊടുത്തത്? ഇത് ഫൈനൽ നമുക്ക് 1.85 കൊടുക്കാം. 1.55. വെറും 1.55 കൊടുക്കാം. പിന്നെ ഫിനാൻസ് എന്തെങ്കിലും കയറുമോ? ഫിനാൻസ് ചെയ്താൽ ഷേർട്ടൊക്കെ ഒരു 1,00,000 വരെ 1,00,000 വരെ കയറില്ലേ? മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. പെരുന്നാളായിട്ട് മാക്സിമം പൊട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഇതിൽ അടുത്തൊരു i20 പഴയ മോഡൽ. എത്ര മോഡൽ? എത്ര? ഇത് 2010 ആണ്. 2010. ഇത് റിന്യൂവൽ ആയാ? റിന്യൂവൽ ഈ കൊല്ലം ലാസ്റ്റിക്ക് വരുന്നുണ്ട്. അതെന്താ ചെയ്ത് കൊടുക്കുക? കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുക? അത് ടൈം ഉണ്ടായത് നമുക്ക് ചെയ്ത് കൊടുക്കാനില്ല. ആ ടൈം ആകുമ്പോൾ ചെയ്യാൻ പറ്റും. അതിന്റെ ഫണ്ട് കുറച്ച് കൊടുക്കാം. ഫണ്ട് പൈസ കുറച്ച് കൊടുക്കാം. പിന്നെ ഇത് എത്ര കിലോമീറ്റർ ഓടിക്കണേ? ഇത് 1.25. ജനുവിന് കറക്റ്റ് ഓട്ടം അല്ലേ? കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഇല്ല. ഒരു ടീം 8 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ? പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ
അലയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഒരു 80-85% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും ഇതിന്? ഇതൊരു 18 18-20 അടുത്ത് എന്തായാലും മൈലേജ് കിട്ടും. ഫൈനലാക്കി നമുക്ക് എത്ര കൊടുത്തത്? ഇത് നമ്മള് 2.15 ചോദിക്കുന്നത്. നമുക്ക് ഈ പേപ്പറിന്റെ പൈസ കുറച്ച് കൊടുക്കാം. അതിൽ പിന്നെയും കുറച്ച് കൊടുക്കാം. 15 നമുക്ക് പേപ്പറിന്റെ പൈസ പേപ്പർ അയച്ചാ ഉണ്ടല്ലേ? എന്തായാലും പെരുന്നാളായിട്ട് നല്ല കുറച്ച് കൊടുക്കും. നോക്കാം നമുക്ക്. നോക്കാം. കസ്റ്റമർ വരുന്നതനുസരിച്ച് മാക്സിമം ചെയ്ത്. എത്ര മോഡൽ? എത്ര? ഇത് 13 വേഗനാർ 2013 മോഡല്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 93,000 ഓടിക്കും. 93,000 ജനുവരി. കറക്റ്റ് ആവട്ടെ. എത്രാമത്തെ ഓണറാ? ഇതിപ്പോ തേർഡിലെ എടുക്കും. റീപ്ലേസ്മെന്റ് എന്തുണ്ടാ? റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാറി. മെയിൻ ക്ലാസ് എന്തെങ്കിലും മറ്റേ മേജർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ടയറും കാര്യം വരുമ്പോൾ ഒരു 80% അടുത്ത് ടയറും കാര്യങ്ങളുണ്ട്. ബാക്കിലാണെങ്കിലും 80-ന്. അപ്പോൾ ഇന്റീരിയർക്ക് വരുമ്പോൾ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി. ഫൈനലൊക്കെ എത്ര കൊടുത്തത്? ഇത് നമുക്ക് ഫൈനൽ 2.55 കൊടുക്കാം. 2.55. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കില്ല? ഇത് LXI VXI LXI പവർ സ്റ്റാറിങ്ങും AC 2 ഡോർ പവർ വാങ്ങി. പിന്നെ പെരുന്നാൾ ഓഫറായിട്ട് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കാം. പൊട്ടിച്ച് കൊടുക്കാം. അടുത്തൊരു എറ്റിയോസ്. ഇത് 2012 ആണ്. 2012 ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഡീസൽ പെട്രോളാ? ഡീസൽ വണ്ടി. വീഡിയോ ഓപ്ഷൻ. ഓക്കെ. പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 1.70 ഓടിക്കും. 1.70. ജെനുവിൻ ആണോ? ജെനുവിൻ അല്ലേ? ഇവിടെ കമ്പനി ഹിസ്റ്ററി ഉണ്ടാ? കമ്പനി കുറച്ചൊക്കെ ഉണ്ടാവില്ല. റീപ്ലേസ്മെന്റ് എന്തുണ്ടാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു പക്കായിട്ട് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ടയറും കാര്യം വരികയാണ്. അലോയ് കമ്പനി അലോയ് ആണ്. പിന്നെ ഇന്റീരിയർക്ക് വരുമ്പോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? 3.80. അതില് ലോൺ കയറൂലേ? ലോൺ കയറും. എത്ര കയറും? ലോൺ 2 രൂപ ലോൺ കയറും. 2 രൂപ. കസ്റ്റമർ സിവിൽ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ പെരുന്നാളാഴ്ച എന്തെങ്കിലും ഓഫർ കൊടുക്കോ? നമ്മൾ ചെയ്ത് മാക്സിമം കുറച്ച് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കാം. 2016 ആണ്. 2016 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 1.20 ഓടിക്കും. 1.20. ജെനുവിനാ? കറക്റ്റ് ഓട്ടം അല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. അല്ലേ? സിംഗിൾ ഓണർ ആയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ടയറും കാര്യങ്ങളും ഒരു 90% അടുത്ത് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് ഫൈനൽ 2 രൂപ കൊടുക്കാം. 2 രൂപ കൊടുക്കാം. പിന്നെ അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കോ? ഫിനാൻസ് എന്തെങ്കിലും കയറും ഇതില്? ഫിനാൻസ് നമുക്ക് ഒരു 1.5 ഫിനാൻസും കയറും. മാക്സിമം നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ. പിന്നെ ഇത് എത്ര മോഡൽ? എത്ര? ഇത് 2009 ആണ്. 2009 മോഡൽ. പുതിയ പേപ്പർ ഇട്ട്. ഓക്കെ. 2029 വരെ പേപ്പർ ഉണ്ടാവും. പിന്നെ റീപ്ലേസ്മെന്റ് എന്തുണ്ടാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിക്കുന്നു? കിലോമീറ്റർ 1 ഓടിക്കും. 1ന്റെ മുകളിൽ. ഇത് ജെനുവിൻ കിലോമീറ്റർ ആണോ? കറക്റ്റ് ആണ്. ഗ്യാസ് LPG ഗ്യാസ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഉണ്ട് അല്ലേ? പെട്രോളും ഉണ്ട്, LPG ഉണ്ട്. പിന്നെ ടയറും കാര്യങ്ങളും ഒരു പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ സീറ്റ് കവറൊക്കെ ചെറുതായിട്ട് മാറ്റേണ്ടി വരും. ചെറിയ കീറലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫൈനലാക്കി എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.10 കൊടുക്കാം. 1.10 കൊടുക്കാം. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഇത് ഫിനാൻസ് എന്തെങ്കിലും കയറോ? ഞാൻ ഷർട്ടോട് 50 രൂപ ചെയ്യാൻ പറ്റില്ല. മാക്സിമം കുറച്ച് കൊടുക്കാം. പെരുന്നാളായിട്ട് ഒരു സാധാരണക്കാർക്ക് പറ്റിയ ഒരു 800. ഇത് എത്ര മോഡൽ? എത്ര? 2005. പിന്നെ എത്ര കിലോമീറ്റർ ഒന്നും പറയാൻ പറ്റില്ല. 2005 ആയതുകൊണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്കായിട്ട് പറഞ്ഞു. പിന്നെ ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഒരു 40-50% അടുത്ത് ടയറേ ഉള്ളൂ. ഫ്രണ്ടത്തൊന്ന് മാറ്റേണ്ടി വരും. ഇന്ത്യയിൽ വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ഫീറ്ററും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ പേപ്പർ വണ്ടിയാണ്. 25 പേപ്പർ പുതിയ എടുത്തു. 2030 വരെ പേപ്പർ. അപ്പൊ
വെറും എണ്ണ അടിച്ച് ഓടിയാൽ മതി. എണ്ണടിച്ച് ഓടിയാൽ എത്ര നമുക്കൊരു 55 രൂപ ഫൈനൽ കിട്ടിയ 55 റുപ്യ ഫൈനലാക്കി കൊടുക്കാം. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? നമുക്ക് നോക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. പെരുന്നാളായിട്ട് മാക്സിമം പൊട്ടിച്ചു കൊടുക്കാം. ഒരു ഇയോണില്ലേ? എത്ര മോഡൽ? എത്ര? ഇത് 2018 ആണ്. 2018. എത്ര കിലോമീറ്റർ ഓടിക്കണേ? ഇത് ആകെ 42,000 ഓടിയിട്ടുള്ളൂ. ആകെ 42,000 ഓടിയിട്ടുള്ളൂ. പിന്നെ എത്രാന്ന് തോന്നണം? സിംഗിൾ ഓണർ ആയിട്ടുള്ളൂ അല്ലേ? പിന്നെ റീപ്ലേസ്മെന്റ് എന്തുണ്ടാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. നമുക്ക് ഗ്യാരണ്ടിയിൽ വണ്ടി കൊടുക്കാം വണ്ടി. ഓക്കെ. പിന്നെ ടയറും കാര്യവും ഒരു 90% മുകളിലുണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ക ക്വാളിറ്റിയിലാണ്. ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് ഏതാ ഓപ്ഷൻ ഏതാ വരുന്നത്? ഇത് ഇറാ പ്ലസ് ആണ്. ഇറാ പ്ലസ് ആണല്ലേ? പവർ വിൻഡോ പവർ വിൻഡോ AC. പിന്നെ അത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമ്മൾ 265 കൊടുക്കാം. 265 ഇത് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. പിന്നെ ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ ഒരു 30 രൂപ മുറിക്കാൻ വണ്ടി 30 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓക്കെ. പിന്നെ സ്റ്റേറ്റ് ലോൺ അതൊക്കെ കയറാം അതോ ബാങ്ക് ലോണിൽ ബാങ്ക് തന്നെ കയറും അല്ലേ? ഓക്കെ. ഫൈനലാക്കിയിട്ട് നമുക്ക് 260 ചെയ്ത് കൊടുക്കാം. ഫൈനലാക്കിയിട്ട് ഓക്കെ. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. നോക്കാം നമുക്ക്. പെരുന്നാൾ ഓഫർ ആയിട്ട് മാക്സിമം വീണ്ടും ചെയ്യണം. ഇത് എത്ര മോഡല്? ഇത് 2015 ആണ്. 2015. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 62,000. 62,000. വെറും 62,000 ഓടിക്കും. പിന്നെ ജെനുവിന് സർവീസ് ഉള്ള. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തിണ്ടാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്കായിട്ട് കൊടുക്കാം. ഗ്യാരണ്ടിയിൽ നമുക്ക് വണ്ടി കൊടുക്കാം. ടയറും കാര്യവും വരുമ്പോ 85% മുകളിലുണ്ട്. സീറ്റ് കവറും കാര്യം ചെയ്തിട്ടില്ല. കമ്പനിയാണ്. പിന്നെ ഇന്ത്യയിലും കാര്യങ്ങൾ ക്വാളിറ്റി വരുന്നുണ്ട്. വണ്ടി പക്ക ക്വാളിറ്റിയാണ്. നമുക്ക് ഫൈനലാക്കി എത്ര കൊടുത്തത്? ഇത് ഫൈനൽ 190 കൊടുക്കാം. 190. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ബാങ്ക് ലോൺ കയറും ഇതില്? ബാങ്ക് ലോൺ ഇതുവരെ 30 രൂപ കണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ 30 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത്? ഇത് തിരുവനന്തപുരം വരുമ്പോ വട്ടത്താണി താനാളൂർ റോഡ്. പിന്നെ പരപ്പനാടി എന്നൊക്കെ വരികയാണെങ്കിൽ പരപ്പനാടി താന്നൂരിന്നൊക്കെ വരികയാണെങ്കിൽ വട്ടത്താണി താനാളൂർ റോഡ്. ഈ റോഡിന് താനാളൂർ റോഡ്. ഓക്കെ. പിന്നെ ഇവിടുന്നാണെങ്കിൽ തെയ്യാല വരുമ്പോ വട്ടത്താണി തിരു റോഡിൽ നിന്ന് കയറിയിട്ട് ഇത് എക്സാക്ട് സ്ഥലം വട്ടത്താണി. ഓക്കെ. പിന്നെ വാട്സപ്പിൽ ഇപ്പൊ കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിട്ടു കൊടുക്കാൻ പറ്റില്ല? മാക്സിമം ചെയ്ത് കൊടുക്കാം. വണ്ടിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മൊത്തം ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ മാക്സിമം വണ്ടികൾ ഞാൻ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 2 Instagram ID ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. റെനീസ് വ്ലോഗ്സ് ആൻഡ് റെനീസ് കാർഡ് ഷോട്ട്, ഈ 2 Instagram ID ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.